വെൽക്കം ബാക്ക് ടു മാറ്റിക. ഹിബാമിസ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 9th അൾട്രാ ബാച്ചിൽ ജോഗ്രഫി ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഓൺ ദ റൂഫ് ഓഫ് ദി വേൾഡ് അഥവാ ലോകത്തിന്റെ നിറകയിൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഫസ്റ്റ് ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കുറച്ച് മാപ്സ് ഒക്കെ ഉണ്ട് അല്ലേ? നമ്മൾ കുറച്ച് കൺഫ്യൂഷൻ ആക്കുന്ന നമുക്ക് കുറച്ച് മാപ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മാപ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാപ്സിന്റെ ഭാഗങ്ങൾ നമുക്ക് പറഞ്ഞു പോകാനായിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം അല്ലേ? യെസ്, ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളതാണ് അല്ലേ? ഇനി നമുക്ക് പറയാനുള്ളത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ ദ ഹിമാലയാസ് ആൻഡ് ഇറ്റ്സ് റീജിയണൽ ഡിവിഷൻസ്, അതായത് ഹിമാലയവും അതിൻ്റെ പ്രാദേശിക വിഭാഗങ്ങളുമാണ് നമുക്കിനി പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഹിമാലയത്തെ എങ്ങനെയൊക്കെയാണ് നമ്മൾ വേറെ വേറെ പാർട്ടായിട്ട് വിഭജിച്ചിട്ടുള്ളത്? മൂന്നായിട്ടാണ് നമ്മൾ അതിനെ തരംതിരിച്ചിട്ടുള്ളത്. വെസ്റ്റേൺ ഹിമാലയ, അതായത് പടിഞ്ഞാറൻ ഹിമാലയം, അതുപോലെ സെൻട്രൽ ഹിമാലയ അഥവാ മധ്യ ഹിമാലയം, അതുപോലെ തന്നെ ഈസ്റ്റേൺ ഹിമാലയ അഥവാ കിഴക്കൻ ഹിമാലയം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇനി ബാക്കി ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു മൂന്ന് സംഭവങ്ങൾ, വെസ്റ്റേൺ ഹിമാലയ, അതുപോലെ തന്നെ സെൻട്രൽ ഹിമാലയ, ഈസ്റ്റേൺ ഹിമാലയ. ഈ മൂന്ന് ആൾക്കാരെ നമുക്കൊന്ന് വിശദമായിട്ട് പഠിച്ചു പോകാന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ ഒരു മൂന്ന് സംഭവങ്ങൾ നമ്മളുടെ ഇന്ത്യയുടെ മാപ്പിൽ എവിടേക്കാണ് വരുന്നത്, അതിൻ്റെ അതിർത്തികൾ എങ്ങനെയൊക്കെയാണ്, അതിന് എന്തൊക്കെയാണ് വേർതിരിക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് മാപ്പായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് മാപ്പിലേക്ക് പോകാം അല്ലേ? യെസ്, അപ്പോൾ മാപ്പിലേക്ക് പോന്നോളൂ. യെസ്. അപ്പോൾ നമ്മൾ മാപ്പിലേക്ക് വരികയാണെങ്കിൽ ഓക്കെ, നമുക്ക് ഒരു 4 നദികളുടെ പേരുകൾ ഇവിടെ പഠിക്കണം. ഈ നദികൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മൂന്ന് ആൾക്കാരെ, പടിഞ്ഞാറൻ ഹിമാലയ ആയിക്കോട്ടെ, മധ്യ ഹിമാലയ ആയിക്കോട്ടെ, കിഴക്കൻ ഹിമാലയം ആയിക്കോട്ടെ, ഈ മൂന്ന് ആൾക്കാരെ നമ്മൾ വേർതിരിക്കുന്നത് എന്താണ്? ഈ ഒരു 3 നദികളെ വെച്ചിട്ടാണ്. സോ നമുക്ക് ആ ഒരു 4 നദികൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ഒന്ന് നോക്കാം. യെസ്, ഫസ്റ്റത്തെ ആള് ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് അവിടെ സൂം ചെയ്താൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ആരുണ്ട്? ഇൻഡസ് ഉണ്ട്. നമ്മളുടെ ഇൻഡസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇൻഡസ്. യെസ്, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇൻഡസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ഉള്ളത് കാളിയാണ്. 37 ഇവിടെ ഉണ്ട്, കാളി ഇവിടെ ഉണ്ട്. ഓക്കെ, കാളി. ഈ 4 നദികൾ നമ്മൾ പഠിച്ചു വെക്കണേ. എന്നാലും നമുക്ക് കറക്റ്റായിട്ട് ഇവരൊക്കെ നമ്മളെ പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയൊക്കെ എവിടെയൊക്കെയാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകത്തുള്ളൂ. അതുപോലെ തന്നെ പിന്നുള്ള ആളാണ് ടിസ്ത. 37 ഇവിടെയാണുള്ളത് കേട്ടോ. ടിസ്ത. യെസ്, ടിസ്ത. അതുപോലെ തന്നെ ലാസ്റ്റ് ആയിട്ട് ബ്രഹ്മപുത്ര. 30 ഈ ഒരു ഭാഗത്താണുള്ളത്. നിങ്ങൾക്ക് സൂം ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ടെക്സ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അല്ലേ? ടെക്സ്റ്റിൽ എന്തുണ്ട്? ഈ ഒരു ഭാഗങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത് കേട്ടോ. ബ്രഹ്മപുത്ര. യെസ്, ഇത്ര മതിയില്ലേ? ബാക്കി ഓക്കെ. മൈ എഴുത്ത് ഈസ് വെരി വെരി ബാഡ്. ഓക്കെ, അപ്പം ബ്രഹ്മപുത്ര. ഓക്കെ, ഈ 4 നദികളുടെ പേര് നമുക്ക് കറക്റ്റായിട്ട് അറിയണം. ഇവർ എവിടേക്കാണുള്ളത് എന്നതൊന്നും നമുക്കൊന്ന് കറക്റ്റായിട്ട് അറിയണം. എന്നില്ലേ നമുക്ക് നമ്മളുടെ പടിഞ്ഞാറൻ ഹിമാലയവും മധ്യ ഹിമാലയവും അഥവാ സെൻട്രൽ ഹിമാലയവും ഈസ്റ്റേൺ ഹിമാലയൊക്കെ എവിടെയെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. യെസ്, അപ്പോൾ നമ്മളുടെ നമ്മൾ പെന്നിൻ്റെ കളറൊന്ന് മാറ്റാം അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻഡസ് തൊട്ട് കാളി വരെയാണ് ആരുള്ളത്? നമ്മളുടെ പടിഞ്ഞാറൻ ഹിമാലയ ഉള്ളത് ഇവിടെയാണ്. ഇൻഡസ് തൊട്ട് കാളി വരെ ഈ ഒരു ഭാഗത്താണ് നമ്മളുടെ പടിഞ്ഞാറൻ ഹിമാലയ ഉള്ളത് കേട്ടോ. ഇൻഡസ് തൊട്ട് കാളി വരെയാണ് നമ്മളുടെ പടിഞ്ഞാറൻ ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ മധ്യ ഹിമാലയമാണ് നെക്സ്റ്റ് ഉള്ളത്. 37 നമ്മളുടെ കാളി തൊട്ട് ടിസ്ത വരെയാണ് നമ്മളുടെ മധ്യ ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ തൊട്ട് ഇവിടെ വരെ. അതുപോലെ തന്നെ പിന്നുള്ളത് കിഴക്കൻ ഹിമാലയമാണ്. നമ്മളുടെ ടിസ്ത തൊട്ട് ബ്രഹ്മപുത്ര നദി വരെയാണ് നമ്മളുടെ കിഴക്കൻ ഹിമാലയം അഥവാ ഈസ്റ്റേൺ ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. യെസ്, ഇനി ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളൊരു നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ വിശദമായിട്ട് ബോറടിക്കുന്ന രീതിയിൽ എഴുതി വെച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് പെട്ടെന്നൊന്ന് ജസ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇത്രേ ആ സംഭവം ഉള്ളൂ. അതായത് ഇൻഡസ് തൊട്ട് കാളി വരെ പടിഞ്ഞാറൻ ഹിമാലയമാണുള്ളത്. അതുപോലെ തന്നെ കാളി തൊട്ട് ടിസ്ത വരെ നമ്മളുടെ കിഴക്കൻ ഹിമാലയമാണുള്ളത്. അതുപോലെ തന്നെ ടിസ്ത തൊട്ട് ബ്രഹ്മപുത്ര വരെ നമ്മളുടെ കാളി തൊട്ട് ടിസ്ത വരെ മധ്യ ഹിമാലയം, അപ്പോൾ ടിസ്ത തൊട്ട് ബ്രഹ്മപുത്ര വരെ കിഴക്കൻ ഹിമാലയമാണുള്ളത്. അപ്പോൾ ഇൻഡസ് ടു കാളി വരുന്നത് ഏതാണ്? നമ്മളുടെ വെസ്റ്റേൺ ഹിമാലയ ആണ്. അതുപോലെ കാളി ടു ടിസ്റ്റ വരുന്നത് സെൻട്രൽ ഹിമാലയ ആണ്. ടിസ്റ്റ ടു ബ്രഹ്മപുത്ര വരുന്നത് ആരാണ്? ഈസ്റ്റേൺ ഹിമാലയവുമാണ്.
അപ്പോൾ പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ 9th സ്റ്റാൻഡേർഡിലെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് മന്ത്, അഥവാ ജൂൺ മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ. ലിമിറ്റഡ് സീറ്റാണുള്ളത് കേട്ടോ. യെസ്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കി നോക്കാം, നമുക്ക് സമയമില്ല അല്ലേ. യെസ്, അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ഓരോന്ന് വിശദമായിട്ട് നമ്മളുടെ ഹെഡിങ്സ് തന്നിട്ടുണ്ട് അല്ലേ. വെസ്റ്റേൺ ഹിമാലയ, സെൻട്രൽ ഹിമാലയ, കിഴക്കൻ ഹിമാലയ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് അല്ലേ. യെസ്, ഇനി നമുക്ക് ഇവയെ ഓരോന്നിനെയും നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് വിശദമായിട്ട് തന്നെ പഠിക്കാനുണ്ട്. അതിലും നമുക്ക് പിന്നെയും നമുക്ക് പാർട്ടീഷൻസ് വരുന്നുണ്ട് കേട്ടോ. യെസ്, അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ആളാണ് നമ്മളുടെ വെസ്റ്റേൺ ഹിമാലയ അഥവാ പടിഞ്ഞാറൻ ഹിമാലയം. ഈ പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികൾ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? ദാറ്റ് ഈസ് ഇൻഡസ് ആൻഡ് കാളി അല്ലെ. സിന്ധു അതുപോലെ തന്നെ കാളി എന്നീ നദികളായിരുന്നു നമ്മളുടെ വെസ്റ്റേൺ ഹിമാലയത്തിന്റെ അതിർത്തികൾ എന്ന് പറയുന്നത്. ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ് നമ്മളുടെ പടിഞ്ഞാറൻ ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് അല്ലെ. യെസ്, ഇനി നമുക്ക് 36 ഒന്ന് നോക്കാം അല്ലെ. യെസ്, നമ്മളുടെ വെസ്റ്റേൺ ഹിമാലയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ വെസ്റ്റേൺ ഹിമാലയത്തെയും നമ്മൾ 3ആയിട്ട് തരം തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് അവ നോക്കാം. നോക്കൂ ഇവിടെ നോക്കൂ, കണ്ടോ. യെസ്, കാശ്മീർ ഹിമാലയ, അതുപോലെ തന്നെ ഹിമാചൽ ഹിമാലയ, അതുപോലെ ഉത്തരാഖണ്ഡ് ഹിമാലയ. ഇത്തരത്തിലുള്ള 3ആയിട്ടാണ് നമ്മൾ ആരെ തരം തിരിക്കുന്നത്, വെസ്റ്റേൺ ഹിമാലയത്തെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. യെസ്, ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ഈ 3 ആൾക്കാരെ നമുക്ക് വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം, ഓരോന്നായിട്ട് നമ്മൾ പഠിക്കുക വേണം. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റത്തെ ആളാണ് നമ്മളുടെ കാശ്മീർ ഹിമാലയ അല്ലെ. 36 കുറിച്ച് നമുക്ക് കുറച്ച് അധികം തന്നെ പഠിക്കാനുണ്ട്. കാശ്മീർ ഹിമാലയ. യെസ്, നോക്കാം ആരാണ് കാശ്മീർ ഹിമാലയ, എവിടെയാണ് അല്ലെ, നമുക്ക് നോക്കാം. യെസ്, വരൂ നോക്കാം. യെസ്, കാശ്മീർ ഹിമാലയ, കണ്ടോ കാശ്മീർ ഹിമാലയ. യെസ്, കാശ്മീർ ഹിമാലയ. ഓക്കെ, നമുക്ക് കാശ്മീർ ഹിമാലയത്തിന്റെ വിസ്തൃതിയാണ് പഠിക്കാനുള്ളത് ആദ്യമായിട്ട് അല്ലെ. നമുക്ക് ഒരാളെ കുറിച്ച് പഠിക്കുമ്പോൾ 36 വിസ്തൃതി ഒക്കെ പഠിച്ചിട്ട് നമ്മൾ പതിയെ സ്റ്റാർട്ട് ചെയ്യണം അല്ലെ. യെസ്, നോക്കൂ. ദ കാശ്മീർ ഹിമാലയ വിച്ച് എക്സ്റ്റെൻഡ്സ് ഓവർ നിയർ 3.5 lakh square kilometer in Jammu and Kashmir and Ladakh region is roughly 700 kilometer long and 500 kilometer wide. എന്താണ് പറയുന്നത്, നമ്മുടെ കാശ്മീർ ഹിമാലയത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ അതുപോലെ ലഡാക്ക് എന്നീ സ്ഥലങ്ങളിലൂടെ 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് അതിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. ഇതിന്റെ നീളം എന്ന് പറയുന്നത് 700 കിലോമീറ്ററും വീതി എന്ന് പറയുന്നത് 500 കിലോമീറ്റർ. കണ്ടോ, 500 കിലോമീറ്റർ ആണ് ഉള്ളത് അല്ലെ. യെസ്, നീളം എത്രയാണ്, ഏകദേശം നീളം 700 കിലോമീറ്റർ, വീതി 500 കിലോമീറ്ററുമാണ് ഉള്ളത്. യെസ്, ഇനി നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ കാശ്മീർ ഹിമാലയത്തെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, കുറച്ച് വിശദമായിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. നമ്മളെ കാശ്മീർ ഹിമാലയത്തിലെ മഞ്ഞ് മൂടി കിടക്കുന്ന പ്രദേശമാണ്. നമുക്കറിയാം ഹിമാലയ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം മഞ്ഞ് മൂടി കിടക്കുന്ന പ്രദേശമാണല്ലേ. യെസ്, നമ്മൾ ഈ കാശ്മീർ ഹിമാലയത്തിലെ മഞ്ഞ് മൂടി കിടക്കുന്ന പ്രദേശത്തിൽ പ്രധാനപ്പെട്ട കുറച്ച് പർവ്വതങ്ങളുണ്ട്. അപ്പൊ ഏതൊക്കെ നോക്കിക്കോളും മക്കൾ. കാരക്കോറം, സസ്കർ, ലഡാക്ക്, അതുപോലെ തന്നെ പീർ പാഞ്ചൽ, ഇവയാണ് പ്രധാനപ്പെട്ട നമ്മളുടെ കാശ്മീർ ഹിമാലയത്തിലെ പർവ്വത നിരകൾ കേട്ടോ. യെസ്, അപ്പോ ഇനി പ്രധാനപ്പെട്ട വേറൊരു പോയിന്റ് ആണ് നമ്മളുടെ മൗണ്ട് കേറ്റു. ആരാണ് മൗണ്ട് കേറ്റു? നമ്മളുടെ കാശ്മീർ ഹിമാലയത്തിലാണ് 36 ഉള്ളത്. 36 ആരാണ്? ദ സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ കാരക്കോറം റേഞ്ച്. നമ്മുടെ കാശ്മീർ ഹിമാലയത്തിലുള്ള കാരക്കോറത്തിലാണ് നമ്മളുടെ മൗണ്ട് കേറ്റു അല്ലെ. ലോകത്തിലെ തന്നെ 2ാമതായിട്ട് ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് നമ്മളുടെ മൗണ്ട് കേറ്റു. 36 സ്ഥിതി ചെയ്യുന്നത് നമ്മളുടെ കാശ്മീർ ഹിമാലയത്തിലെ കാരക്കോറം റേഞ്ചിലാണ്. യെസ്, ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാശ്മീർ ഹിമാലയത്തിന്റെ പോയിന്റ് ഏതാന്ന് നോക്കാം. നമ്മളെ കാശ്മീർ ഹിമാലയത്തിലാണ് നമ്മളെ പ്രധാനപ്പെട്ട ഒരു ഹിമാനി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഹിമാനികൾ. അതിൽ പ്രധാനപ്പെട്ട ഹിമാനികളാണ് സിയാച്ചിൻ, അതുപോലെ തന്നെ കണ്ടോ സിയാച്ചിൻ, അതുപോലെ തന്നെ ബോൾട്ടാരോ. ഈ 2 ഹിമാനികളും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മളുടെ കാശ്മീർ ഹിമാലയത്തിലാണ്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കേട്ടോ. യെസ്, അതുപോലെ
അതുപോലെ തന്നെ കാശ്മീർ ഹിമാലയത്തിൽ ഹിമാനികൾ മാത്രമല്ല ഉള്ളത്, പ്രധാനപ്പെട്ട ചുരങ്ങളും നമ്മുടെ കാശ്മീർ ഹിമാലയത്തിലുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ചുരം തന്നെയാണ് നമ്മളുടെ ബനിഹാൽ പാസ്. കണ്ടോ മക്കൾ, ബനിഹാൽ പാസ് കാശ്മീർ ഹിമാലയത്തിലൂടെയാണ് ബനിഹാൽ പാസ് കടന്നു പോകുന്നത് കേട്ടോ. യെസ്, അതുപോലെ തന്നെ തടാകങ്ങളുണ്ട്. കണ്ടോ നെക്സ്റ്റ് PDF നമ്മൾ നോക്കുകയാണെങ്കിൽ, നെക്സ്റ്റ് പേജിൽ നോക്കുകയാണെങ്കിൽ കണ്ടോ, പ്രധാനപ്പെട്ട തടാകമായിട്ടുള്ള ധാൽ തടാകം, ധാൽ ലേക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ കാശ്മീർ ഹിമാലയത്തിലാണ്. അപ്പം കാശ്മീർ ഹിമാലയത്തിന്റെ പ്രത്യേകതയാണ് ധാൽ ലേക്ക്. മാത്രമല്ല ഇറ്റ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് ടൂറിസ്റ്റ് ആൻഡ് കൊമേഴ്ഷ്യൽ സെന്റർ. പ്രധാനപ്പെട്ട വിനോദസഞ്ചാര മേഖല കൂടിയാണ് നമ്മളുടെ കാശ്മീർ ഹിമാലയം എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട നമ്മുടെ വിനോദസഞ്ചാരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് മർഗുകൾ എന്ന് പറയുന്നത്. കണ്ടോ, മർഗ്സ്, ദിസ് ഇസ് മർഗ്സ് അല്ലെ. എന്താണ് മർഗുകൾ? അതായത് ഈ മഞ്ഞൊക്കെ ഒരു കാലം വരെ മഞ്ഞുണ്ടാവും അല്ലെ. നമ്മളുടെ ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഇവിടെ ഭയങ്കര മഴയാണ്, കുറച്ച് കഴിഞ്ഞാൽ ഈ മഴ മാറിയിട്ട് വെയിലാവും അല്ലെ. അതുപോലെ മഞ്ഞ് ഉരുകുന്ന ഒരു സമയമുണ്ട്. ഈ സമയത്ത് എന്ത് ചെയ്യും? ഹിമാലയത്തിൽ ചെറിയ ചെറിയ പുല്ലുകൾ മുളക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും, താഴ്വരകളിലൊക്കെ കേട്ടോ. അപ്പൊ ചെറിയ ചെറിയ പുല്ലുകൾ മുളച്ചിട്ട് അവിടെ ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളായിട്ട് മാറും. അപ്പൊ ഇത് ഇവർക്ക് ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാക്കാം. വിനോദസഞ്ചാരികൾ ഇതെന്ത് ചെയ്യും? വളരെയധികം ആകർഷിക്കുന്നുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ ഈ പുല്ലുകൾ, ചെറുതായിട്ട് പുല്ലുകൾ മുളച്ചു വരുന്ന ഈ മേഖലകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മർഗുകൾ എന്ന് പറയുന്നത് കേട്ടോ. യെസ്, മർഗുകൾ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട 2 മർഗുകളാണ് സോൺമർഗ്, ഉണ്ടോ, സോൺമർഗ്, അതുപോലെ തന്നെ ഗുൽമർഗ്. ഇത് 2 പ്രധാനപ്പെട്ട എന്താണ് മർഗുകളാണ്, 2 മാർക്സ് ആണ് കേട്ടോ. യെസ്, അപ്പം നമ്മൾ കുറച്ചധികം പറഞ്ഞു പോയിട്ടുണ്ട് അല്ലേ. യെസ്, അപ്പോൾ ഇനി എന്താണ് ബാക്കി? നമുക്ക് നെക്സ്റ്റ് ഈ ഒരു ചാപ്റ്ററിന്റെ ബാക്കി പാർട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സിനോ നമ്മളുടെ 9th അൾട്രാ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. ലിമിറ്റഡ് സീറ്റ്സ് ആണുള്ളത് കേട്ടോ. ജൂൺ മാസത്തിലാണുള്ളത്. ജൂൺ മാസം 1-ാം തീയതി അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, 9th സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മക്കൾ ടാറ്റാ, ബൈ ബൈ.